എനിഹൗ ആൻഡ് സംഹൗ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിഹൗ ആൻഡ് സംഹൗ ഇവയുടെ ഉപയോഗങ്ങളാണ്. സംസാര ഭാഷയിൽ ഇവ രണ്ടും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. നമുക്ക് ആദ്യം എനിഹൗ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കാം. എനിഹൗ എന്നതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും ഏതു വിധത്തിലും എന്നതാണ്. ലെറ്റ് us go to the example. എനിഹൗ ഐ വിൽ ഗെറ്റ് ദെയർ. ഏതു വിധേനയും എങ്ങനെയാണെങ്കിലും ഞാൻ അവിടെ എത്തും എന്നാണ്. ഐ വിൽ ഡു ഇറ്റ് എനിഹൗ. ഏതു വിധേനയും എങ്ങനെയാണെങ്കിലും ഞാനത് ചെയ്യും എന്നാണ്. ഐ വിൽ പാസ് ദ എക്സാം എനിഹൗ. ഏതു വിധേനയും ഞാൻ പരീക്ഷ പാസ്സാകും എന്നാണ്. അതായത് കുറച്ചുകൂടി ഉറപ്പായി നമ്മളൊരു കാര്യം ചെയ്യും അല്ലെങ്കിൽ അതിനൊരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കാൻ എനിഹൗ ഉപയോഗിച്ചുകൊണ്ട് പറയാം. എനിഹൗ ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ജോബ് ടുഡേ. അതായത് ഏതു വിധേനയും എങ്ങനെയാണെങ്കിലും ഞാൻ ഇന്ന് ഈ ജോലി ചെയ്ത് തീർക്കണം, പൂർത്തിയാക്കണം എന്നൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അർത്ഥമാണ് ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് കൊണ്ട് ലഭിക്കുന്നത്. എനിഹൗ ഐ വിൽ മീറ്റ് ഹിം. എന്തായാലും അല്ലെങ്കിൽ ഏതു വിധേനയും എങ്ങനെയെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ അവനെ കാണും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എനിഹൗ ലെറ്റ്സ് ഗോ ദെയർ. എന്തായാലും നമുക്ക് അവിടെ പോകാം എന്നാണ്. എനിഹൗ ലെറ്റ്സ് ബിഗിൻ എന്ന് വെച്ചാൽ എന്താണ്? എന്തായാലും നമുക്ക് ആരംഭിക്കാം എന്നാണ്. എനിഹൗ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്തായാലും എനിക്ക് ഇത് ഇഷ്ടമല്ല. എനിഹൗ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിഹൗ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എന്തായാലും എനിക്കത് വേണ്ട എന്നാണ്. ഒരു ഉദാഹരണം കൂടി. ഇറ്റ് മേ റെയിൻ ബട്ട് എനിഹൗ ഐ ഷാൽ ഗോ ഔട്ട്. അതായത് മഴ പെയ്തേക്കാം, എന്നാലും അല്ലെങ്കിൽ എന്തായാലും ഞാൻ പുറത്തു പോകും എന്നൊരു അർത്ഥമാണ്. അതായത് എങ്ങനെയായാലും ഏതു വിധേനയും എന്നൊക്കെ ഒരു അർത്ഥമാണ് എനിഹൗ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് സംഹൗ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കാം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ എങ്ങനെയോ എന്ന ഒരു അർത്ഥമാണ് സംഹൗ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സംഹൗ ഐ ഗോട്ട് ഹിയർ. എങ്ങനെയോ ഞാനിവിടെ എത്തി. എങ്ങനെയാണ് എത്തിയതെന്ന് അറിയില്ല, പക്ഷെ എങ്ങനെയോ ഞാനിവിടെ എത്തി. സംഹൗ ഐ ഗോട്ട് ഹിയർ. സംഹൗ ഐ സേവ്ഡ് ഹിംസെൽഫ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. സംഹൗ ഐ ഫെൽ അസ്ലീപ്പ്. ഒരു വിധത്തിലാണാവേ ഞാൻ ഇന്ന് ഉറങ്ങിയത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണിത്. സംഹൗ ഐ ഫെൽ അസ്ലീപ്പ്. സംഹൗ ദേ ഗോട്ട് ഹിം ഓവർ എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ അവർ അവനെ കീഴടക്കി അല്ലെങ്കിൽ പിടിച്ചു എന്നൊരു അർത്ഥമാണ്. സംഹൗ ദാറ്റ് ഡിസിഷൻ വാസ് എ റിലീഫ്. ഒരു വിധത്തിൽ ആ തീരുമാനം ഒരു ആശ്വാസമായിരുന്നു എന്നാണ്. സംഹൗ ദാറ്റ് ഡിസിഷൻ വാസ് എ റിലീഫ്. എവൻച്വലി സംഹൗ ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിം. അതായത് ഒടുവിൽ എങ്ങനെയോ അല്ലെങ്കിൽ ഒരു വിധത്തിൽ എനിക്കവനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ്. ഇവൻച്വലി സംഹൗ ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് ഹിം. സംഹൗ ദേ ഗോട്ട് ഇൻ ടു ദ ഓഫീസ്. എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെയോ അവർ ഓഫീസിനുള്ളിൽ കയറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സംഹൗ ഐ ഗോട്ട് ദ ഡ്രൈവിംഗ് ലൈസൻസ് ദിസ് ടൈം. അതായത് എങ്ങനെയോ അല്ലെങ്കിൽ ഒരു വിധത്തിൽ എനിക്ക് ഇത്തവണ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. പല പ്രാവശ്യം നമ്മൾ പോയിട്ടും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പറയും സംഹൗ ഐ ഗോട്ട് ദ ഡ്രൈവിംഗ് ലൈസൻസ് ദിസ് ടൈം. ഒരു ഉദാഹരണം കൂടി. സംഹൗ ഐ പാസ്ഡ് ദ എക്സാമിനേഷൻ ദിസ് ഇയർ. അതായത് എങ്ങനെയോ അതല്ലെങ്കിൽ ഒരു വിധത്തിൽ ഈ വർഷം ഞാൻ പരീക്ഷ പാസ്സായി എന്നാണ് പറയുന്നത്. സംഹൗ ഐ പാസ്ഡ് ദ എക്സാമിനേഷൻ ദിസ് ഇയർ. അപ്പോൾ ഇത്തരത്തിലാണ് എനിഹൗ, സംഹൗ എന്നിവയുടെ ഉപയോഗം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.